ഹിസ്ബുള്ള ഭീകരർ സെമിത്തേരിക്ക് അടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്ന വൻ ആയുധശേഖരം ഇസ്രായേൽ കണ്ടെത്തി. തെക്കൻ ലബനിലെ ക്രിസ്ത്യൻ സെമിത്തേരിക്ക് അടിയിൽ കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്നതും കോൺക്രീറ്റ് സ്ലാബുകൾ പാകിയതുമായിരുന്നു ഈ തുരങ്കം. കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമായാണ് ഇത് ഉപയോഗിച്ചു വന്നിരുന്നത്. റോക്കറ്റുകളും മിസൈലുകളും അടക്കം നിരവധി ആയുധങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇരുമ്പ് വാതിലുകൾ, എയർ കണ്ടീഷൻസ് മുറികൾ, ആയിരക്കണക്കിന് AK-47 റൈഫിളുകൾ, തോക്കും സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചിരുന്ന ഹാൻഡ് ബോക്സുകൾ ഇതൊക്കെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇതെല്ലാം തന്നെ ഇസ്രായേൽ പിടിച്ചെടുത്തു കഴിഞ്ഞു. മൃതദേഹങ്ങൾ അടക്കം ചെയ്തെടുത്തും സ്ലാബുകൾ മാറ്റിയാണ് ഇത്തരത്തിൽ ഹിസ്ബുള്ള ഭീകരർ ആയുധം കടത്തിയിരുന്നത്. ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട്. ഹിസ്ബുള്ള ഭീകരരുടെ നിരവധി ഭൂഗർഭ തുരങ്കങ്ങൾ പൊളിച്ചു മാറ്റിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞിട്ടുണ്ട്. മുകളിൽ നിന്ന് നോക്കിയാൽ സെമിത്തേരി എന്ന് തോന്നിക്കുന്ന വിധമായിരുന്നു തുരങ്കത്തിന്റെ നിർമ്മാണം. ഏതാണ്ട് 4500 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് തുരങ്കമായിരുന്നു ഇത്. ഒരു കല്ലറ എന്ന് തോന്നിക്കുന്ന വിധമായിരുന്നു ഇതിന്റെ വാതിൽ പണി തീർത്തത്. അതേസമയം ഹമാസ് ഇസ്രായേൽ മധ്യസ്ഥ ശ്രമങ്ങൾ നിർത്തിയെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ തുടരാൻ ഇരുവിഭാഗവും സന്നദ്ധരാകുമ്പോൾ മധ്യസ്ഥ ശ്രമം തുടരുമെന്ന് ഖത്തർ അറിയിച്ചു. ഹമാസിനെ പുറത്താക്കാൻ അമേരിക്ക ഖത്തറിനോട് ആവശ്യപ്പെട്ടെന്ന ദോഹയിലെ ഹമാസിന്റെ ഓഫീസ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഖത്തർ തള്ളി. ഖത്തർ ഈ വിവരം ഹമാസ് നേതാക്കളെ അറിയിച്ചെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2012 മുതൽ ഖത്തർ ഹമാസ് നേതാക്കൾക്ക് രാഷ്ട്രീയാഭയം നൽകി വരുന്നുണ്ട്. തങ്ങളുടെ നേതാക്കളോട് രാജ്യം വിടാൻ ഖത്തർ ആവശ്യപ്പെടില്ലെന്ന് ഹമാസും പ്രതികരിക്കുന്നുണ്ട്. US സമ്മർദ്ദത്തിന് പിന്നാലെ ഹമാസ് നേതാക്കളോട് രാജ്യം വിടാൻ ഖത്തർ ആവശ്യപ്പെട്ടതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ. US ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഏകദേശം 10 ദിവസം മുൻപാണ് അഭ്യർത്ഥന നടത്തിയതെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ദോഹയിലെ ഹമാസിന്റെ സാന്നിധ്യം ഇനി സ്വീകാര്യമല്ലെന്നാണ് US ഖത്തറിനെ അറിയിച്ചത്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങൾ നിരസിച്ച ഹമാസ് നേതാക്കളെ ഒരു അമേരിക്കൻ പങ്കാളിയുടെയും തലസ്ഥാനങ്ങളിലേക്ക് ഇനി സ്വാഗതം ചെയ്യേണ്ടതില്ലെന്നാണ് നിലപാടെന്നും മുതിർന്ന ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. മറ്റൊരു ബന്ദിമോചന നിർദ്ദേശം ആഴ്ചകൾക്ക് മുൻപ് ഹമാസ് നിരാകരിച്ചതിനെ തുടർന്നായിരുന്നു തങ്ങൾ ഖത്തറിനോട് ഈ നിലപാട് അറിയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നതിനൊപ്പം തന്നെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും വകവരുത്തി തന്നെയാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നത്. ഇതിനോടകം തന്നെ നിരവധി ഭീകരരെ കൊലപ്പെടുത്തി കഴിഞ്ഞു. ഹിസ്ബുള്ള ഭീകരരുടെ നിരവധി ഭൂഗർഭ തുരങ്കങ്ങൾ പൊളിച്ചു മാറ്റിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞിട്ടുണ്ട്.